ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു പ്രോപ്പർട്ടിയിലാണ്. വ്യത്യസ്തം എന്ന് പറയാൻ കാരണം നമുക്ക് ഇഷ്ടമല്ലേ, പഴയ ഇല്ലം, പഴയ വീടുകൾ, പഴയ തറവാട്ടിലൊക്കെ സ്റ്റേ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ്, ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മൾ. എൻ്റെ ഒരു ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പഴയ തറവാട്ടിൽ, പഴയ ഇല്ലത്തിലൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്കാണ്. കോൺസെപ്റ്റ് എന്നല്ല, 70 വർഷം പഴക്കമുള്ളൊരു തറവാടാണിത്. ആ തറവാട് നല്ല ഭംഗിയായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റൂംസും ഇവിടുത്തെ ഫെസിലിറ്റീസും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആ തറവാട്ടുള്ളിലേക്ക് പോയാലോ. ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വയൽ ഏരിയ, ഫുള്ള് വയലാണ്, ഫുള്ള് കൃഷിയിടങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ആ വയലിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കാൻ പറ്റിയ ആംബിയൻസ് ഉള്ളൊരു തറവാടാണ് കേട്ടത്. അപ്പോൾ തറവാട് ഒരു വരാന്തയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ തറവാട്ട് റൂംസും ഇതിൻ്റെ ഉള്ള റൂമുകൾ എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. അത് 70 വർഷം പഴക്കമുള്ളൊരു തറവാടാണിത്. അത് നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല കൂളാണ്. നമുക്ക് AC യുടെ ഒരു ആവശ്യമൊന്നുമില്ല, നല്ല കൂളാണ്, എപ്പോഴും നല്ല കൂളായിരിക്കും. കാരണം ഇതിൻ്റെ റൂഫ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ റൂഫൊക്കെ ഫുള്ള് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഹൈ റൂഫ് ആയതുകൊണ്ട്, വുഡ് ആയതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും. പിന്നെ ബെഡൊക്കെ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ജനലുകൾ, വിൻഡോസ് ആ പഴയ ഒരു രീതിയിലാണ് വിൻഡോസ്. അപ്പോൾ ഇതിലൂടെ നോക്കിയാൽ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ റൂമിൽ ചെറിയ ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ വാഷ്റൂം അവർ നല്ല സ്പേസ് ഉള്ള വാഷ്റൂമാട്ടോ, നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂം, നല്ല ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വാഷ്റൂമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൂമും ഫ്ലോറിംഗ് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട്, റൂംസൊക്കെ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പഴയ ഒരു കോൺസെപ്റ്റ് തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്നിരിക്കുന്നത് ഒരു പഴയ തറവാട് ആ ഒരു ഇതിലായതുകൊണ്ട് ഡൈനിങ് ഏരിയയൊക്കെ അതുപോലെ തന്നെ അവർ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ആംബിയൻസ് തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ലൊരു ഡൈനിങ് ഏരിയയൊക്കെ ടേബിളൊക്കെ വെച്ച് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ സ്റ്റെയർ എല്ലാം കയറിയിട്ട് ഈ തറവാടിൻ്റെ മുകളിൽ ഒരു 2 റൂംസ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ റൂംസും കാര്യങ്ങളും റൂംസൊക്കെ എങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചത് നമുക്ക് നോക്കാം. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ഉള്ള ബെഡ്റൂം ആട്ടോ. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആ വ്യൂ കാണാം, ഫുള്ള് വയലിൻ്റെ ഒക്കെ വ്യൂ കാണാൻ പറ്റും. നാച്ചുറൽ സെറ്റപ്പാണ്. പിന്നെ ബെഡൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ ബെഡൊക്കെ അടിച്ച് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വിൻഡോസ് ആണെങ്കിൽ നല്ല വെളിച്ചമുള്ള റൂമാണ്, നല്ല ലൈറ്റുള്ള റൂമാണ്. സ്പേസും ഉണ്ട്, നല്ല സ്പേസും ഉണ്ട്. പിന്നെ ഇവിടെ സോഫ, ടേബിള്, പിന്നെ ബാത്റൂം കാര്യങ്ങളൊക്കെ നല്ല വെൽ അറേഞ്ച് ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റൂം. അതുപോലെ തന്നെ വാഷ്റൂമിലേക്ക് കയറുമ്പോൾ വാഷ്റൂം ആണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്, നല്ല സ്പേഷ്യസ് ആയിട്ട്, എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല രീതിയിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അടുത്ത റൂം കാറ്റഗറിയിലേക്ക് പോവാം. ഇത് ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഈ ഒരു സ്പേസിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ കണ്ടോ, ഈ ഒരു സ്പേസിൽ കൂടെ നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റും കേട്ടോ. ഇതാ ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടുത്തെ റൂം കുറച്ച് നല്ല രീതിയിൽ ആ പഴയ ഒരു ആംബിയൻസ് അവർ ഒട്ടും കളയാണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കയറുമ്പോൾ പണ്ടത്തെ തറവാട്ടിലേക്ക് കയറുന്ന അതേ ഫീലിംഗ് ആണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് കയറുമ്പം പിന്നെ ഇവിടെ നമുക്ക് വേറൊരു റൂം കൂടെ ഉണ്ട്. ഈ റൂമും അതുപോലെ തന്നെ നല്ല പഴയ ആംബിയൻസ് നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചുറ്റും ഈ വിൻഡോസ് ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ ബെഡ്, അവിടുത്തെ കോട്ട് കാര്യങ്ങളൊക്കെ നല്ലൊരു ആംബിയൻസ്. പിന്നെ ഇവിടുത്തെ മച്ച് കാര്യങ്ങളൊക്കെ നല്ല വുഡാണ് മൊത്തം. ഭയങ്കര നമുക്ക് എന്താ പറയുക, സ്റ്റേ ചെയ്യുമ്പോൾ ഭയങ്കര പഴയ ആ ഒരു ആംബിയൻസ്. അത് നമുക്ക് ഒരുപാട് നമുക്ക് ഇതുപോലത്തെ തറവാടുകളിലൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയുക, ക്രൈസുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണിത്. പിന്നെ നമുക്കിവിടെ വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഷ്റൂം നല്ല സ്പേസ് ഉള്ള വാഷ്റൂം ആട്ടോ. പിന്നെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി അവർ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല വെൽ ക്ലീൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നല്ലൊരു ഇൻഫിനിറ്റി പൂളും ഉണ്ട് കേട്ടോ. ഇൻഫിനിറ്റി പൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഫുൾ വയലാണ്. അപ്പോൾ നമുക്ക് വയലിൻ്റെ ആംബിയൻസ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് പൂളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ഫീറ്റുള്ള ആഴമുള്ള പൂളാണ്. അപ്പോൾ നമുക്ക് പൂളിൽ ഓപ്പോസിറ്റ് ആ വയലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നാലും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് പൂളും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വേറൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണ് ബാഡ്മിൻ്റൺ കോർട്ട്. ബാഡ്മിൻ്റൺ കോർട്ടിലേക്ക് ബാഡ്മിൻ്റൺ കോർട്ടൊക്കെ അവർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഇൻ്റർലോക്കൊക്കെ ഇട്ട്
ഒരു എന്താ പറയുക ചുറ്റും ഒരു നാച്ചുറൽ സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് അധികം വെയിലൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ബാഡ്മിൻ്റൺ കോർട്ട്, അതുപോലെ തന്നെ താഴെ ക്യാമ്പ് ഫയർ ഏരിയ ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം വയലിൻ്റെ സൈഡിലാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെ ക്യാമ്പ് ഫയർ ഏരിയ വൈകുന്നേരമൊക്കെ നല്ല ആംബിയൻസ് ആയിരിക്കും ഇവിടെ. അപ്പോൾ ക്യാമ്പ് ഫയർ ഏരിയ ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഏരിയ ഒക്കെ. അപ്പോൾ നമ്മൾ ഈ പഴയ തറവാടും അവിടുത്തെ റൂമുകളും അവിടുത്തെ റെസ്റ്റോറൻറ്റും പൂളും എല്ലാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പം ഞാൻ മാത്രം കണ്ടാൽ പോരാ, നിങ്ങളും വന്നത് കാണണം, നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഈ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതുകൂടാതെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ഞങ്ങളുടെ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.